കുഴപ്പമില്ലാതെല്ലാം പോണത് വരാം. ജലദോഷം തണുപ്പിൻ്റെ കൊണ്ട് പണ്ടേ കടഞ്ഞിരിക്കും. അയ്യോ നോയിക്കൊണ്ടിരിക്കണം. അത് തന്നെ ഫുഡ് കഴിക്കേണ്ട പരിപാടി കേട്ടോ. എന്ന് പറഞ്ഞാൽ ലെവൽ കുഴപ്പമില്ലാതെ ഡൗൺ ആവണമുണ്ട്. ഇനി 1-2 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അതേ എന്ന് പറഞ്ഞാൽ പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഇത് ഇനി ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ. പിന്നെ ഒരു ഇവിടുത്തെ എത്ര മണി 2 മണി 3 മണി, അതായത് ഞാൻ അനാലിസിസ് ഇനി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം വല്ലതും ചേഞ്ച് ചെയ്യാൻ ഉണ്ടായില്ലയോ എന്ന്. ഒക്കെ ഒരു കുഴപ്പമില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പോൾ ഞാൻ മൊബൈലും പോയി ഒന്ന് ഫുൾ ചാർജ് ആക്കി ഇടട്ടെ. എന്ത് ചെയ്യുമായിരുന്നു പറന്നുപോയി. അതാണ് ട്രേഡ് പോലും എടുക്കാൻ പറ്റില്ല. 1 മിനിറ്റ് ക്യാൻഡിലാണ്. അടുത്ത് വെയിറ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം അത് ചെയ്തിട്ട് വേണം മാർക്കറ്റ് ഒന്നും കൂടി നോക്കാൻ. അഡ്ജസ്റ്റ് ചെയ്യണ്ട. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായി, പക്ഷേ ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു. 1:3 ആണ്. 1:3 ഇപ്പോൾ ഒരു 20% എക്സെറ്റ് ചെയ്ത് ബാക്കി 50 എക്സെറ്റ് ചെയ്ത് ഇനി അടുത്തെന്നുള്ളതെന്ന് പറഞ്ഞാൽ 4 ബാക്കി 10 എക്സെറ്റ് ചെയ്ത് പിന്നെ അടുത്തതിൻ്റെ മെയിൻ ടാർഗറ്റ് ഇവിടെ. സഡൻ ക്യാൻഡിൽ എനിക്ക് എൻട്രി എനിക്കറിയാം. കാരണം അതാ മേളിൽ പോയിട്ടേ തിരിച്ചു വരുള്ളൂ. കാരണം അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് എൻട്രി കിട്ടൂല, അത്രയ്ക്ക് സ്പീഡാണ്. കണ്ട് ചെയ്തുകൊണ്ട് എടുത്തോണ്ട് തന്നെ പോകും, ഉറപ്പാണ്. ഞാൻ വെച്ചാൽ ഹണ്ടാവുമെന്ന് വിചാരിച്ചു, ഹണ്ടായിട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ ആ ക്യാൻഡിലിൽ തന്നെ തിരിച്ച് താഴെ വന്നു. അത് പവറാണ്. 20 SL അടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല ഷട്ടപ്പെട്ടാന്നുള്ള ക്യാൻഡിലാണ് കേട്ടോ. ഷിമിട്ടാൻ ക്യാൻഡിൽ കേട്ടോ, ഒന്നും പറയാനില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ ഇപ്പം തലയിട്ട് കഴിഞ്ഞാൽ ഫുള്ള് കണ്ടായി പോകും. ഞാനിട്ടായിരുന്നു തേപ്പിച്ചു ഗായ്സ്, അതതിനുമ്പേ താഴെ പോയി. അയ്യോ തേപ്പട കട്ടത്തേപ്പ് കറക്റ്റ് ഇതിന്. ഭയങ്കര തേപ്പ്, ഒറ്റയടിയിൽ മൂവ്മെൻ്റ് അടിച്ചിരിക്കുന്നു. ഞാൻ ഇവിടം വരെ ഷോട്ട് അടിക്കേണ്ട പ്ലാൻ ഉണ്ടായിരുന്നത്. കട്ടത്തേപ്പ് ഭയങ്കര മൂവ്മെൻറ്റിൻ്റെ ഇത്. എന്തിനു ചെയ്യാൻ പറ്റുമോ? ഇല്ല മേളിൽ കയറണം, നോക്കട്ടെ. അത് മേളിൽ കയറി ആ 1 മിനിറ്റിൽ തന്നെ അത് തിരിച്ചും വന്നു. ചെയ്യാൻ പറ്റൂല. എനിക്ക് തോന്നുന്നത് നേരത്തെ ചെയ്യുമ്പോൾ ഷോട്ടിന് വേണ്ടിയുള്ളത് അവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ട്രേഡ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന മനസ്സിലായ? ട്രേഡ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി എടുക്കാൻ പറ്റും തോന്നുന്നു. നല്ല മൂവ്മെൻ്റ് അത് ഉണ്ടായി പോയിൻ്റെ ഇടയിൽ കയറിയ. ഞാൻ നോക്കട്ടെ. കട്ടത്തേപ്പ് ഗൈസ്, കട്ടത്തേപ്പ് എന്നെ തേച്ച് ഉറക്കി. പറയില്ല, അമ്മൂടെ പോകും. നല്ല മൂവ്മെൻ്റ് ഉള്ളതായിരുന്നു. ശല്യം എൻട്രിക്ക് നേരത്തെ ആയിപ്പോയി. വെച്ചത് കറക്റ്റാണ്, പക്ഷേ എൻട്രി നേരത്തെ ആയി പോകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാണ് സത്യം. കുറച്ചും കൂടി ഈ ക്യാൻഡിൽ പറഞ്ഞവർ വെയിറ്റ് ചെയ്തെടുത്തിരുന്നെങ്കിൽ കറക്റ്റ് കിട്ടിയേനെ എൻട്രി. SL ഇവിടെ വയ്ക്കുന്നതിനവർ ഇവിടെ ഇതും വെച്ചിട്ട് SL ഇവിടെ വെച്ചാൽ മതി. മൂവ്മെൻ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഒറ്റ ക്യാൻഡിലിൽ ടാർഗറ്റ് എത്തിയണ്ട, ഒറ്റ ക്യാൻഡിൽ 1:4 ആകുമ്പോൾ ഫുൾ 80% എക്സെറ്റ് ആവണം. ഒറ്റ ക്യാൻഡില്. അയ്യോ എന്നറിയാമോ, ഒരു ക്യാൻഡിലിലെ പിപ്പ് തന്നെ ഉണ്ട് 100 പിപ്പ്. ഒരു ക്യാൻഡിലില്ല ഇത് തന്നെ 1 മിനിറ്റില്ല ക്യാൻഡിൽ. അതാണ് പ്രത്യേകത. അയ്യോ ഒന്നും പറയണ്ട കേട്ടോ. 80% എക്സെറ്റ് ചെയ്യായിരുന്നു ഒറ്റ ക്യാൻഡിൽ. അല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡുള്ള സമയത്ത് 1:4
1:4 വരെ ഹോൾഡ് ചെയ്യണം നോക്കണം. 1:4 ആകുമ്പോൾ ടോട്ടൽ ആക്സെപ്റ്റ് ആവണം. അങ്ങനത്തെ 1:3 1:4 ആകുമ്പോൾ ടോട്ടൽ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങിയാണ് കേട്ടോ. ആ കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. എല്ലാവരും ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവരും ഗുഡ് മോർണിംഗ്. ഇനി അടുത്ത് പോയെന്ന് പറഞ്ഞാൽ ചെടിയൊക്കെ നോക്കണം. പിന്നെ ട്രേഡിങ് 2 ഒരെണ്ണം ഗുഡ്, ഒരെണ്ണം എന്താന്ന് പറയാൻ, ഐ വിൽ തിങ്ക് സ്റ്റാർട്ടിങ് ടൈം വാലറ്റിലിറ്റി കൂടി നല്ല കൂടുതൽ സമയം വരും. വിൻ്റർ ആയത് ഉണ്ടല്ലോ. അടുത്ത മഞ്ഞ അടിച്ചു തുടങ്ങിയില്ല, പക്ഷെ വലിയ മരത്തിൻ്റെ മഞ്ഞ അടിച്ചു തുടങ്ങി. അതിൽ വേറെ പൂവും ഉണ്ട്. ഇതുപോലത്തെ ഒരവസ്ഥ. പക്ഷെ അതിൽ മഞ്ഞ അടിച്ചും തുടങ്ങി വലുതിൽ. എനിയിപ്പോൾ മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തോട്ടെ. ഫുഡ് കഴിക്കേണ്ട പരിപാടി കേട്ടോ. ഫസ്റ്റ് പീസായിരുന്നത്. അതും കഴിച്ചിട്ട് പല്ലൊക്കെ തേച്ചൊന്ന് കുളിക്കണം. അതെ, റൈസ് കറിയും ഉണ്ടാകും കേട്ടോ. കഴിക്കേണ്ട പ്ലാൻ കേട്ടോ. ഡ്യൂട്ടി കയറാൻ പോകണം കേട്ടോ. ടൈം ആവണതേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, സൺസെറ്റിൻ്റെ ഇനി ചെന്നൊന്ന് അനാലിസിസ് ഒക്കെ ചെയ്ത് അതൊക്കെ തന്നെ പരിപാടി, വേറെ ഒന്നുമില്ല. പിന്നെ സൗണ്ടൊക്കെ എന്തോലെന്ന് പറയാം, എല്ലാം അടഞ്ഞിരിക്കും. എല്ലാം അടുത്ത് പോയി ചെറുതായിട്ടൊന്ന് അനാലിസിസും കമ്പ്യൂട്ടറാണ് ചെക്കിങ് അല്ല. പോയിന് ഞാൻ ചെക്ക് ചെയ്ത് തന്നെ ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല ചേട്ടാ, ഇതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ട്രേഡായിരുന്നു കേട്ടോ ലാസ്റ്റ് എടുത്തത്. എന്ന് പറഞ്ഞാൽ അത് SL ഇട്ടത് ആ ക്യാൻഡിൽ നിന്നതിന് ശേഷം എടുത്തിരുന്നതിന് കറക്റ്റ് ആവുക. ഞാൻ അതിൻ്റെ മേലെ, അതാണ് സത്യം. ആ ക്യാൻഡില് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ മതിയത്. ഒറ്റ ക്യാൻഡിൽ 1 മിനിറ്റില്ല. ഞാൻ ഇനി പോയി ചെടിയാണ് ഇനി പോയി പമ്പ് റൂമൊക്കെ ഒന്ന് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്. വ്യൂ അങ്ങനെ സമയത്തൊക്കെ പുറത്ത് ഇത്ര വെളിച്ചമുള്ളത് ചില സമയത്തേ കിട്ടുള്ളൂ. കോർണേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്. ഞാൻ ഏകദേശം ട്രേഡിങ്ങിൻ്റെ നോക്കിയാൽ 3 ട്രേഡ് എടുത്ത് 2 ബോറിങ് പോയി, ഒരെണ്ണം കിട്ടി. ഒരെണ്ണം ജസ്റ്റ് ചെറിയ എൻ്റെ ഹോൾഡിങ്ങിൻ്റെ ഒരു ഞാൻ അനാലിസ് ചെയ്ത കറക്റ്റായിരുന്നു. പക്ഷേ അത് ചില ഗ്രീഡി അങ്ങനത്തെ ടൈം. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം മോർ ഐ നോ. അത് കൺട്രോൾ ചെയ്യണം. പക്ഷെ എന്നിട്ട് എന്തോ ഇടയ്ക്ക് വീണ് പോകണം അത് സാധനത്തിൽ. വെപ്രാളം. അയ്യോ, അതാണ് സത്യം കഥ. അതിന് പോയി മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ സെറ്റ് ആക്കണം. ഫോട്ടോ എടുത്താൽ കേട്ടാ. എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ഈ മൂക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. മൂക്കും ചെയ്ത് ഒരു പിടുത്തം പോലെയാണ് കേട്ടോ, പറയാനില്ല. ഞാൻ എല്ലാം എഴുതിയെടുക്കും. റീഡിങ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ എന്തൊരു റീഡിങ് എഴുതി കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെന്റും അവൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അത് പിന്നെ ചെയ്താൽ മതി അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഒരു ലെവൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഇനിയിപ്പോൾ നോക്കണം. അത് തന്നെ. പിന്നെ ചെറുതായിട്ട് ഗെയിം കളി, എഡിറ്റിങ്, വേറൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.